ഹലോ ഫാമിലി. അപ്പോൾ ഇന്ന് ഞാൻ അമ്മയും ഞാനും കൂടെ പുറത്തു പോകാൻ നിൽക്കുകയാണ്. നാളെ ഞങ്ങൾക്ക് ഗൃഹലക്ഷ്മിയുടെ ഒരു ഷൂട്ടുണ്ട്, പാപ്പവും ചേച്ചിയും ഞാനും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ അപ്പം അമ്മയ്ക്ക് എൻ്റെ വെല്ലിമ്മയുടെ മോള് പ്രേംനേച്ചിയുടെ ഹൗസ് വാമിംഗ് ആണ് മറ്റന്നാൾ. അപ്പോൾ അമ്മയ്ക്കും കുറച്ച് സാധനങ്ങളൊക്കെ വേണം, കുറച്ചൊന്ന് സുന്ദരിയാവണം എന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തു പോകാൻ പോവാണ്. അപ്പോൾ I thought I'll do a day out with Amma vlog. ഇതൊക്കെ ഞാൻ പണ്ട് ഏജ് വ്ളോഗ്സിൽ റെഗുലറായിട്ട് ചെയ്യാറുള്ളതാണ്. പക്ഷേ എനിക്കിപ്പോൾ ആ ഒരു ഫ്ലോ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും. ആൻഡ് ഞാനത് പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായ വീട്ടുപണികളിലായിരുന്നു. ആൻഡ് ലുക്ക് അറ്റ് മൈ ഫേസ്, സി ഉണ്ടോ, ഒരുമാതിരിയായി. അപ്പോൾ നാളത്തെ ഷൂട്ടിന് മുമ്പ് കുറച്ചെങ്കിലും ഒന്ന് വെക്കണമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാനീ ഇറങ്ങണത്. സോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ ഓരോ ദിവസത്തെ ലിപ് ഷെയ്ഡ് എന്താണ്. ഇന്നിപ്പം ഞാൻ ഇടാൻ പോണത് മെബ്ലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റയുടെ 08 സെൻസേഷണലി മീ എന്ന് പറയുന്ന ഷെയ്ഡാണ്. I'll show you it. ഓക്കെ, അപ്പം ഞാൻ ബേസിക്കലി അങ്ങനെ ലിപ്പ് ലൈനൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല. ഐ ജസ്റ്റ് ഞാൻ എപ്പോഴും ഇടുന്ന പോലെ ആയിരുന്നില്ല ആ ലിപ് കളറിൻ്റെ ചുണ്ടിലിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ആ വീഡിയോ ലിപ്പിലൊക്കെ ഇടുന്നെന്നും പറഞ്ഞ് കാണിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ വിട്ടുപോയി. പണിപ്പാണി ഗൈസ്, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. 10-11 നില ഇറങ്ങണം. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ട് ഇതൊരു വർക്കൗട്ടല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് എന്നെ തന്നെ സമാധാനിപ്പിക്കാറുണ്ട്. അപ്പം നടന്ന് എൻ്റെ പരിപ്പിളകി ഗൈസ്. കാരണം 11 ഫ്ലോർസ് ഉണ്ടായിരുന്നു ഇറങ്ങാൻ. ഞാൻ നമ്മുടെ ഇവിടുത്തെ സ്പേസിലായിരുന്നു, ഞാൻ യൂട്ടോപ്പിയുടെ അടുത്തുള്ള സ്പേസിലായിരുന്നു. അപ്പോൾ ഞാൻ സേഫായിട്ട് ഡ്രൈവ് ചെയ്യട്ടെ, അമ്മനെ പിക്ക് ചെയ്യണം, എന്നിട്ട് എവിടേക്കോ പോകാനുണ്ട്. അപ്പോൾ പോയിട്ട് വരാം കേട്ടോ. യെസ്, അങ്ങനെ നമ്മൾ അമ്മക്കുട്ടിയുടെ അടുത്തെത്തി. നടു ഒന്ന് വെട്ടിയിരിക്കുക, അതാണ് മെയിൻ പ്രശ്നം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയായിരുന്നു. അവിടെ ഞങ്ങൾ കഴിക്കാൻ പോയി. അപ്പോൾ നോർമലി നമ്മളെപ്പോഴും ഉച്ചയ്ക്ക് ഊണും ചോറും ഒക്കെയാണ് കഴിക്കാറ്. ഒന്നല്ലെങ്കിൽ വീട്ടിൽ നിന്ന്, അല്ലാന്നുണ്ടെങ്കിൽ പുറത്താണെങ്കിലും നമ്മൾ അത്യാവശ്യം ചോറിനോട് തന്നെ ഉച്ചയ്ക്ക് കമ്പമുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ചൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ, കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആക്കാം, പ്രോട്ടീനൊക്കെ കയറ്റാം, സാലഡ്സ് ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെണ്ണലയിലുള്ള ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. നമ്മൾ ഒരുപാട് വർഷമായിട്ട് വരുന്ന ഒരു കാഫെയാണ് കോക്കോ കാഫെ. പാപ്പനൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് സിറ്റി വിട്ട് ഒരുപാട് പോകേണ്ട കാര്യമില്ലാതിരുന്നത് കൊണ്ട് ഇവിടുന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇറ്റ് വാസ് വെരി ടേസ്റ്റി ഓൾസോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ സാധാരണ എപ്പോഴും കുക്കും എല്ലാം കൂടെ ഉണ്ടാവും. അപ്പം പുള്ളിക്കാരി വീഡിയോ എടുത്തരാം. അപ്പം നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ നിൽക്കാൻ വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാനിങ്ങനെ സെൽഫ് ഷോട്ടായിട്ട് വ്ളോഗ് ചെയ്യാൻ ചെയ്യുന്നത് വളരെ റെയറായിട്ടല്ല. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്, അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്തായിരിക്കും, വീട്ടിലായിരിക്കും, ഫ്ലാറ്റിലായിരിക്കും, കുക്കിംഗ് ആയിരിക്കും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് വലിയ ചളിപ്പ് മടിയൊന്നുമില്ല. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് നാണം വരുമായിരുന്നു. മാത്രമല്ല എൻ്റെ ഓപ്പോസിറ്റിൽ എൻ്റെ റൈറ്റ് സൈഡിലിരുന്ന ഒരാൾ എന്തോ എന്നെ കളിയാക്കുകയും ചെയ്തു. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അയാൾ എൻ്റെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും, എന്നുവെച്ചാൽ അവരെ ഫ്രണ്ട്സ് തമ്മിൽ എന്നിങ്ങനെ പുച്ഛിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതും കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ തകർന്നു പോയി ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് വ്ളോഗ് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനങ്ങനെ രണ്ടും കൽപ്പിച്ച് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കഴിച്ചത് മഷ്റൂം സൂപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെസ്തോ സാലഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ് പെസ്തോൻ്റെ. മഷ്റൂം സൂപ്പും അടിപൊളിയായിരുന്നു, പെസ്തോ സാലഡും അടിപൊളിയായിരുന്നു. പ്രോട്ടീൻ കുറച്ചും കൂടെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പെരി പെരി ചിക്കൻ സ്റ്റേക്ക് പോലെ പറഞ്ഞു, വിത്ത് മാഷ് പൊട്ടാറ്റോ ഓൺ ദി സൈഡ്സ്. എല്ലാം അടിപൊളിയായിരുന്നു. സോ യം ഇറ്റ് വാസ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം മുമ്പും ഉള്ള ഒരു സ്ഥലമാണ് കോക്കോ കാഫെ. വെണ്ണലയിലുള്ളതാണ്, NH-നോട് ഫേസിങ് ആയിട്ടുള്ള. അതിന് പുറത്തും ഒരു ചെറിയ ഔട്ട്ഡോർ സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് പറയാം. ഞാനിനി ഒരു സലൂൺ പോയിട്ടൊന്ന് സെറ്റ് ആവാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അതിൽ നമുക്ക് ചെറിയ ഫംഗ്ഷൻ, ഞങ്ങൾക്കൊരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സുന്ദരിയാവാൻ പോവാം അല്ലേ. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ആക്ച്വലി ഇങ്ങനത്തെ ഒരു വ്ളോഗ് ആണ് അല്ലേ. അപ്പോൾ
എനിക്ക് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞ. എനിവേസ് നോക്കാം. സോ സുന്ദരികളാവാൻ നമ്മൾ ചെന്നെത്തിയത് ബാരിക്സ് ലുക്സ് സലോണിൻ്റെ മടയിലായിരുന്നു. വൈറ്റ്ലയിലാണ്, വൈറ്റ്ലയെന്ന് തന്നെ പറയാൻ പറ്റില്ല, വൈറ്റ്ലയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് പോകുന്ന ആ റൂട്ടിലാണ്, മറ്റേ ഇരുമ്പനത്തേക്കൊക്കെ പോകുന്ന ആ റൂട്ടിൽ ലെഫ്റ്റ് സൈഡിൽ മെട്രോൻ്റെ താഴെയാണ്. ഇവിടെ അത്യാവശ്യം നല്ല പ്രോഡക്ട്സ് ലൈക്ക് ഹെയർ കെയർ പ്രോഡക്ട്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് കെരസ്താസ്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഭയങ്കര വർത്ത് തോന്നുന്നതാണ്. നമ്മുടെ മുടിക്ക് പറയുന്ന ഹെയർ ഫോളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒട്ടും ഹെയർ ഫോളൊന്നും ഇല്ലാതെ ഭയങ്കര കൺട്രോൾഡ് ആക്കുന്ന, ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിൽ കൺട്രോൾഡ് ആക്കുന്ന ഒരു സംഭവമാണ്. ഇതാണ് അതിൻ്റെ ലൊക്കേഷൻ. ആ മെട്രോ പില്ലറിന് ഞാൻ കറക്റ്റായിട്ട് കണ്ടില്ല, പക്ഷേ അതിൻ്റെ താഴെയായിട്ടാണ്. ആൻഡ് ഞാൻ ചെയ്യാൻ വെച്ചത്, നമ്മളെപ്പോഴും ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു നെയിൽ എക്സ്റ്റൻഷൻ മാത്രം കൂടുതലും പ്രിഫർ ചെയ്യുന്ന ആളാണ്. മുഖത്തൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി അത് ഡെർമറ്റോളജിസ്റ്റ്, നമ്മുടെ ഡോക്ടർ അഞ്ജന അടുത്ത് തന്നെ പോകാറുള്ളൂ. അപ്പോൾ അമ്മയ്ക്കൊരു പെഡിക്യൂർ മാനിക്യൂറും എനിക്ക് നെയിൽ എക്സ്റ്റൻഷനായിരുന്നു പരിപാടി. ഇപ്പോൾ നമുക്ക് റെഗുലറായിട്ട് ചെയ്തു തരുന്ന ഇന്ദ്രജിത്താണ് ചെയ്തു തന്നത്. ആൻഡ് ഞാൻ കഴിഞ്ഞ വട്ടം ചെയ്ത എൻ്റെ പച്ചച്ച കളറാണ് ഈ വട്ടം ചെയ്തത്. അത് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായി ചേരുന്നുണ്ട്, എനിക്കിഷ്ടമുള്ള കുറേ ആൾക്കാരും പറഞ്ഞു. അപ്പം പിന്നെ പച്ചയിലേക്ക് തന്നെ പിടിക്കാമെന്ന് വെച്ചിട്ട് ചെയ്തു. അത് കയ്യിലും ചെയ്തു, കാലിലും ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ വരുമ്പോൾ കരുതി കൂട്ടി എപ്പോഴും ഒരു സിനിമ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടാണ് വരാറ് കാണാൻ. ഈ വട്ടം ഞാൻ മർഡർ മൈൻഡ്ഫുള്ളി എന്ന് പറയുന്ന ഒരു സീരീസും കൊണ്ടാണ് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈയിടെയായിട്ട് കുറച്ച് വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുന്നൊരു കുട്ടിയായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലെങ്തി ആയിട്ട് നെയിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അപ്പം അമ്മ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ബാക്ക് പെയിൻ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു മസാജിന് പോകാൻ. അപ്പം ഞങ്ങൾ അതിന് പോകുന്നത് പനമ്പള്ളിയിലുള്ള സ്പാരോയിലാണ്. മസിൽ ക്രാംസ് ഉണ്ട് അമ്മയ്ക്ക്, ഏത് ഇങ്ങനെ മസിൽ പിടിക്കും. അപ്പം അത് കാരണം പോവാന്ന് വെച്ച് ചെന്നിട്ട് വേണം നാളെ ഒരു ഫംഗ്ഷൻ്റെ തലേക്കൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഈ വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു അമ്മയ്ക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, എനിക്ക് ഷൂട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി അതും കൂടെ തീർത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡേ ഔട്ട് ഏകദേശം കഴിയും. അപ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കട്ടെ. അപ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കട്ടെ. എല്ലാവർക്കും അടുത്ത സ്ഥലം കാണിച്ചു തരാം. ഞാനും ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ട്സും ഒക്കെ ഞങ്ങൾ എപ്പോഴും റെഗുലറായിട്ട് വരുന്നൊരു സ്ഥലമാണ് സ്പാരോ. വൺ ഓഫ് മൈ ഫേവറേറ്റ് കൈൻഡ്സ് ഓഫ് സെൽഫ് പാമ്പറിങ് ആണ് മസാജ്. കാരണം നമ്മൾ ഈ പറഞ്ഞ തൊട്ട് ഷോസ് കഴിഞ്ഞ് വരുമ്പോഴും ഒരു ലോങ് വീക്കെൻഡ് കടയിലൊക്കെ നിന്നൊക്കെ കഴിഞ്ഞ് വരുമ്പം ഒരു മസാജ് ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഐ ലവ് സ്പാരോ. തുടങ്ങിയ പോലെയാണ്, കാരണം ഈ വോം ലൈറ്റും ഒക്കെ ആയിട്ട് പീസാണ്. അപ്പോൾ ഇതിവിടുത്തെ ഒരു റിച്വലാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ ജിഞ്ചറും ലൈമും കൊടുത്തു തരാം, പിന്നെ ഇറങ്ങാൻ തരം ഗ്രീൻ ടീ. വീഡിയോ എടുക്കാൻ മറന്നുപോയി, വൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ അതിൻ്റെ ആ റൂമിൻ്റെ ഒരു സെറ്റപ്പ് എല്ലാം കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അടിപൊളി സ്വീഡിഷ് മസാജ് ആയിരുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ചേച്ചിമാരായിരുന്നു. എനിക്ക് ഒരു കൈവേദന ഉണ്ടായിരുന്നു, കാരണം ഞാൻ കുറച്ച് പെയിൻറ് പണി ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൈവേദനയായിരുന്നു. ഇങ്ങനെ പെയിൻറ് പണിക്ക് പോയെന്നുള്ള കേട്ടോ അതിൻ്റെ അർത്ഥം. ഞാൻ ഒരു വാള് പെയിൻറ് ചെയ്ത് സെറ്റ് ചെയ്യുന്നൊരു ചടങ്ങിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കൈവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഐ ഫീൽ വെരി ബെറ്റർ ആഫ്റ്റർ ദാറ്റ് മസാജ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ഡേ ഔട്ട് കഴിഞ്ഞു. ഇനി നാളെ ഷൂട്ട് ഉണ്ട്. ഉറക്കം വരുന്നു. അപ്പോൾ ഇനി ഉറക്കവും കടയിലൊരു ചെറിയ പരിപാടി ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഇറ്റ് വാസ് എ ലോങ് ഡേ ബട്ട് എ വെരി നൈസ് ഡേ. സെൽഫ് പാമ്പറിങ് ഡേ ആയിരുന്നു. അപ്പോൾ ടാറ്റ പറയാം അല്ലേ. അടുത്ത വ്ളോഗ് എപ്പോഴാണ്? അമ്മയുടെ റീസെന്റ് ഒരു വ്ളോഗ് ഇറങ്ങിയിട്ടുണ്ട്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് അമ്മ കുക്കിംഗ് വീഡിയോസ് എന്താ ചെയ്യാത്ത. എൻ്റെ ചാനലിലൂടെയും AG വ്ളോഗ്സിൽ കൂടെ മാത്രമല്ല, അമ്മയ്ക്ക് അമ്മയുടേതായ ഒരു ചാനലുണ്ട്, പാപ്പു ആൻഡ് ഗ്രാൻഡ്മേ. അത് കുറേ വട്ടം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പാപ്പു ആൻഡ് ഗ്രാൻഡ്മേയിൽ അമ്മ പിന്നെയും ആക്റ്റീവ് ആവാൻ തുടങ്ങുകയാണ്. ഇന്നലെ അല്ല ഇട്ടത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. ഹെൽത്തി ആയിട്ട് ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയാണ്. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? ഇനി വിശേഷം ഓക്കെ. അപ്പൊ അടുത്തോട്ടം കാണുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കടയിലേക്ക് പോകണം, ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു എന്ന്. സിദ്ധാർത്ഥ് ഭരതൻ്റെയും സുജന ചേച്ചിയുടെയും മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഋഷിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിനു വേണ്ടി കടയിൽ പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് അവസാനം വീട്ടിൽ പോയി. എനിക്ക് ആക്ച്വലി ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവിൻ്റെ ഒരു മരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ കുറച്ച് ലേറ്റായി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ആമി സൈനിങ് ഓഫ്.